ഉണ്ടാക്കാൻ പോകുന്നത് പന്നിക്കറി. അതെ, അത് നമ്മുടെ ഭർത്താവ് വയ്ക്കും, ഞാൻ കഴിക്കാത്തത് കൊണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ പന്നിക്കറിയാണ് വെക്കുന്നത്. ഞാൻ പന്നിക്കറി കഴിക്കാത്തത് കൊണ്ട് എൻ്റെ ഭർത്താവാണത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് കറി വയ്ക്കുന്നതിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് വലിയ പീസുകളിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കുന്നതിന് മുന്നേ നമ്മൾ കഴുകിയെടുത്താണെങ്കിലും കഷ്ണങ്ങളാക്കിയതിന് ശേഷം വീണ്ടും അതിനെ നന്നായി വൃത്തിയായി കഴുകിയെടുക്കുക. എന്നിട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇടുക. ലേശമല്ല, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്താം. ആവശ്യത്തിന് ഗരം മസാല പൊടി, കുരുമുളക് പൊടി, ഒരു ഏലക്ക, പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ചിക്കൻ മസാല, പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്നതിന് മുന്നേ പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇടാം. കുറച്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിടുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഉള്ളി എടുക്കുന്നുള്ളൂ. 2 പച്ചമുളകും പിന്നെ ഇഞ്ചി കുറച്ച് എടുക്കുന്നുണ്ട്. ഇഞ്ചി മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം. ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. പിന്നെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിലേക്ക് മാറ്റി ഒരു പോസ് തരാൻ പറഞ്ഞു. ആ പോസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കുക്കറിലേക്ക് മാറ്റുക. എത്ര വിസിൽ? 5 to 6 വിസിൽ. 5 to 6 വിസിലല്ല, ഒരു 7-8 വിസിലിന് മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. അത് 8 വിസിൽ കഴിഞ്ഞതിന് ശേഷം അതൊരു ചട്ടിയിലിട്ട് മാറ്റി വയ്ക്കുക. മാറ്റിയിട്ട് നന്നായിട്ട് വറ്റുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ.